5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സുള്ള എന്നോട് ഞങ്ങളുടെ മലയാളം ടീച്ചർ പറഞ്ഞു, കുരങ്ങ് രൂപാന്തരം ചെയ്താണ് മനുഷ്യനുണ്ടായത്. എനിക്ക് ബൈബിൾ അറിയത്തില്ല, ഞാൻ ഹിന്ദു ആയിരുന്നു. എന്നാൽ 3.5 കിലോമീറ്റർ ഞാൻ ഏകനായിട്ട് നടന്നാണ് വീട്ടിൽ വരുന്നത്, 10 വയസ്സുള്ള കുട്ടി. എന്നാൽ ഈ 3.5 കിലോമീറ്റർ ഞാൻ അറിയാതെ ചിരിച്ചു പോയി കുരങ്ങ് രൂപാന്തരം ചെയ്താൽ മനുഷ്യൻ വരുമോ? എനിക്ക് ഭയങ്കര പോഷത്വമായിട്ട് തോന്നി. പക്ഷെ സത്യം എനിക്കറിയത്തില്ല, എങ്ങനെ മനുഷ്യനുണ്ടായെന്ന് ആരും ബൈബിൾ എന്നോട് പറഞ്ഞില്ല. എന്നാൽ ദൈവം ആദിയിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു, വചനത്താൽ സൃഷ്ടിച്ചു, വാക്കിനാൽ സൃഷ്ടിച്ചു. ഈ ആകാശവും ഭൂമിയും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം തന്റെ വചനത്താൽ ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. അതിനുശേഷം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് അവസാനമായിട്ട് മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് അവന്റെ പ്രതിമയുണ്ടാക്കിയത് ജീവശാസ്ത്രമുതി ആദ്യത്തെ ഏകനായിരിക്കുന്ന പുരുഷനെ ദൈവം സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികളെല്ലാം പറയും അവര് പാപികളാ, ദൈവത്തിന്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിവില്ലായ്മ പറയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, നിങ്ങൾ ആദമിന്റെ മക്കളാണ്. ദൈവത്താൽ 6000 വർഷത്തെ ചരിത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ, രണ്ടാമതൊരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അവനെ സൃഷ്ടിക്കുമ്പോൾ അവനിൽ തന്നെ ദൈവം ഭാര്യയെ സൃഷ്ടിച്ചിരുന്നു. ആ ഏക പുരുഷനും ഏക ഭാര്യയുമായിട്ട് ഭാര്യയെ അവരിൽ നിന്ന് വേർപെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ശരീരമായിട്ട് തീരുമെന്ന്. അമ്മയപ്പന്മാരെ തള്ളി ഒരു ശരീരമായിട്ട് തീരുമെന്ന്.